ഹായ് ഫ്രണ്ട്സ്, NS നിധി സയൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC കെമിസ്ട്രി മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കടക്കാം. സെക്ഷൻ എ, ഓരോ ചോദ്യത്തിനും ഒരു സ്കോർ വീതമാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, പോളിവിനൈൽ ക്ലോറൈഡിന്റെ മോണോമർ ആണ് ഡാഷ്. പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് PVC ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതൊരു പോളിമർ ആണ്. അതിന്റെ മോണോമർ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വിനൈൽ ക്ലോറൈഡ്. ഇപ്പൊ വിനൈൽ ക്ലോറൈഡ് മോണോമറും പോളിവിനൈൽ ക്ലോറൈഡ് പോളിമറുമാണ്. രണ്ടാമത്തെ ചോദ്യം, ഒരാറ്റത്തിന്റെ M ഷെല്ലിലെ P സബ് ഷെല്ലിൽ 4 ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു. ഇതിനെ എങ്ങനെ സൂചിപ്പിക്കുന്നു? ബ്രാക്കറ്റിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 2p4, 4p4, 3p4, 5p4. ഇവിടെ നിങ്ങൾക്കറിയാം M ഷെൽ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഷെല്ലാണ്. K ഒന്നാമത്തത്, L രണ്ടാമത്തത്, M മൂന്നാമത്തെ ഷെല്ലാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഷെൽ നമ്പർ വെച്ചിട്ടാണ് P സബ് ഷെല്ല് വരുന്നത്. അപ്പോൾ 3p എന്നുള്ളതാണ് ആൻസർ വരിക എന്നറിയാം. അതുപോലെ 4 ഇലക്ട്രോണുകളുമുണ്ട്. അതുകൊണ്ട് ആൻസർ ഏതായിരിക്കും? 3p4 എന്നായിരിക്കും ആൻസർ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. തന്നിരിക്കുന്നത് CnH2n+2. നിങ്ങൾക്കറിയാം ആൽക്കേനിന്റെ പുതുവാക്യമാണ്. ആൽക്കേൻ എന്ന് അവർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ CnH2n-2 ഡാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം CnH2n-2 എന്നത് ആൽക്കൈനിന്റെ ആണ്. അപ്പോൾ ആൻസർ ആൽക്കൈൻ. അടുത്ത നാലാമത്തെ ചോദ്യം, അമോണിയയുടെ ജലീയ ലായനിയിൽ ഫിനോൾഫ്തലീന് പിങ്ക് നിറമാണ് ഉള്ളത്. ഇത് അമോണിയയുടെ ഡാഷ് സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണ്, ജലീയ ലായനിയിൽ ഫിനോൾഫ്തലിനൊഴിക്കുമ്പോൾ പിങ്ക് നിറം വരുന്നുണ്ടെങ്കിൽ അതിന് ഏത് സ്വഭാവമായിരിക്കും? ബേസിക സ്വഭാവമായിരിക്കും. അപ്പോൾ ആൻസർ ബേസിക സ്വഭാവം. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരു ഇരുമ്പ് വളയിൽ ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ വൈദ്യുത ലേപനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏത്? അപ്പൊ ഏത് വസ്തുവിലും ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ വൈദ്യുത ലേപനം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് കോപ്പർ സൾഫേറ്റ് ആണ്. അപ്പൊ ആൻസർ കോപ്പർ സൾഫേറ്റ്, CuSO4. ഇതുവരെ നമ്മൾ പറഞ്ഞത് 1 മാർക്കിന്റെ ചോദ്യങ്ങളായിരുന്നു. ഇനി സെക്ഷൻ ബി ആണ്. ഓരോ ചോദ്യത്തിനും 2 സ്കോർ വീതമാണുള്ളത്. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഓരോ പ്രക്രിയയിലും ഉപയോഗിച്ചിരിക്കുന്നത് ഏത് മാർഗമാണെന്ന് ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുക്കുക. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന മാർഗങ്ങൾ ഉരുക്കി വേർതിരിക്കൽ, ലീച്ചിങ്, പ്ലവന പ്രക്രിയ, സ്വേദനം. ചോദ്യം, സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണം. ഇതിന് ഉപയോഗിക്കുന്നത് ഏത് മാർഗമാണെന്ന് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കണം. അപ്പൊ എയുടെ ആൻസർ, സൾഫൈഡ് അയിരുകളെ നമ്മൾ എപ്പോഴും പ്ലവന പ്രക്രിയ കൊണ്ടാണ് ശുദ്ധീകരിക്കുന്നത്. അപ്പൊ ആൻസർ എയുടെ പ്ലവന പ്രക്രിയ. അടുത്ത ബി ക്വസ്റ്റ്യൻ, കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളുടെ ശുദ്ധീകരണം. തിളനില കുറഞ്ഞ ലോഹങ്ങൾക്കൊക്കെ ശുദ്ധീകരണം നടത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഉരുക്കി വേർതിരിക്കലാണ്. അടുത്ത ഏഴാമത്തെ ചോദ്യം നോക്കാം. 90 ഗ്രാം ജലത്തിൽ H2O എത്ര GMM അടങ്ങിയിട്ടുണ്ട്? ബി ക്വസ്റ്റ്യൻ, ഇതിൽ എത്ര തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു? ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ സൂചന കൊടുത്തിട്ടുണ്ട്. ജലത്തിന്റെ മോളിക്കുലാർ മാസ് 18 ഗ്രാം ആണ്. നമുക്ക് നോക്കാം. ഇതിലെ ക്വസ്റ്റ്യൻ 90 ഗ്രാം ജലത്തിൽ എത്ര GMM ഗ്രാം മോളിക്കുലാർ മാസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ GMM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. GMM = തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ആരുടെ? വാട്ടർ, ജലത്തിന്റെ മോളിക്കുലാർ മാസ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മാസ് 90 ആണ്. 90 ഡിവൈഡഡ് ബൈ, സൂചനയിൽ തന്നിട്ടുണ്ട് ജലത്തിന്റെ മോളിക്കുലാർ മാസ് 18. 90/18 എത്രയാണ്? 5 മോൾ ആണ്. അപ്പൊ ഈ GMM എന്ന് പറയുന്നത്, GMMന്റെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കുന്നത് മോളുകളുടെ എണ്ണം തന്നെയാണ്. അപ്പോൾ 5 മോളാണ് ആൻസർ. ബി അതുകൊണ്ട് വളരെ എളുപ്പമാണ്. എത്ര തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ബി ചോദ്യം. അപ്പോൾ തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള സമവാക്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. തന്മാത്രകളുടെ എണ്ണം സമം മോൾ ഗുണം NA. NA എന്ന് പറഞ്ഞാൽ എന്താ? അവഗാഡ്രോ നമ്പർ ആണ്. അപ്പോൾ ആൻസർ വരുന്നത് എങ്ങനെ? മോളുകളുടെ എണ്ണം ഇവിടെ 5 എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 5 ഗുണം 6.022 × 10⁻23. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8, സാന്ദ്രീകരിച്ച അയിരുകളെ അവയുടെ ഓക്സൈഡുകളാക്കി മാറ്റുന്നത് 2 പ്രക്രിയകൾ മുഖേനയാണ്. വായുവിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രക്രിയയുടെ പേരെന്ത്? ബി, അയിര് കാർബണേറ്റ് ആണെങ്കിൽ ഏത് പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സാന്ദ്രീകരിച്ച് കിട്ടുന്ന അയിരുകളെ അവയുടെ ഓക്സൈഡ് ആക്കി മാറ്റുന്ന 2 പ്രക്രിയകൾ ഏതൊക്കെയാണ്? റോസ്റ്റിങ്ങും കാൽസിനേഷനുമാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വായുവിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രക്രിയയുടെ പേരെന്തെന്ന്. വായുവിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നത് ഏതാണ്? റോസ്റ്റിംഗ് ആണ് അല്ലെ. അപ്പൊ എയുടെ ആൻസർ റോസ്റ്റിംഗ് ആണ്. ബി,
അയിര് കാർബണേറ്റ് ആണെങ്കിൽ ഏത് പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ അത് കാൽസിനേഷൻ ആണ് അടുത്ത പോയിന്റ് നമുക്കറിയാം. അത് വായുവിന്റെ അസാന്നിധ്യത്തിൽ നടക്കുന്നതാണ്. അതുമല്ല, കാർബണേറ്റ് അയിരുകളെയാണ് കാൽസിനേഷൻ വഴി നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റുന്നത്. അപ്പോൾ അതിന് ആൻസർ കാൽസിനേഷൻ എന്നാണ്. അടുത്ത 9ാമത്തെ ചോദ്യം നോക്കാം. ഗാഢ സൾഫ്യൂരിക് ആസിഡ് നൈട്രേറ്റുകളുമായി പ്രവർത്തിച്ച് നൈട്രിക് ആസിഡ് ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തിന്റെ രാസസമവാക്യമാണ് താഴെ തന്നിരിക്കുന്നത്. NaNO3 സോഡിയം നൈട്രേറ്റ് പ്ലസ് H2SO4 സൾഫ്യൂരിക് ആസിഡ് ഗീവ്സ് NaHSO4 സോഡിയം ബൈ സൾഫേറ്റ് പ്ലസ് HNO3 നൈട്രിക് ആസിഡ്. അപ്പൊ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ക്വസ്റ്റ്യൻ, ഇതേ രീതിയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ലഭിക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം ലവണം ഏത്? ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് HNO3 നൈട്രിക് ആസിഡ്. ആ സ്ഥാനത്ത് HCl ലഭിക്കണമെങ്കിൽ ഏത് സോഡിയം ലവണം ഉപയോഗിക്കണം? അപ്പോൾ ക്ലോറൈഡ് അടങ്ങിയിട്ടുള്ള ഒരു ലവണമാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിൽ വരണം. ബി ചോദ്യം എന്താന്ന് നോക്കാം. ഈ പ്രവർത്തനത്തിന്റെ രാസസമവാക്യവും എഴുതണം. അതായത് HCl കിട്ടുന്ന ആ ആസിഡ് നമുക്ക് കിട്ടുന്നതിന്റെ രാസസമവാക്യം എഴുതണം, ഏത് ലവണമാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച്. അപ്പൊ ഈ 2 ക്വസ്റ്റ്യനും ആൻസർ നമ്മൾ ഇക്വേഷൻ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ HNO3 വരെ HCl കിട്ടാനായിട്ട് എടുക്കേണ്ടത് എയുടെ ആൻസർ സോഡിയം ക്ലോറൈഡ് ആണ്, NaCl ആണ്. അതിന് സമവാക്യം NaCl പ്ലസ് H2SO4 ഗീവ്സ് NaHSO4 പ്ലസ് HCl. സോഡിയം ക്ലോറൈഡ് പ്ലസ് H2SO4 എന്താ? സൾഫ്യൂരിക് ആസിഡ് ഗീവ്സ് സോഡിയം ബൈ സൾഫേറ്റ് പ്ലസ് HCl. അപ്പൊ നമ്മൾ NaNO3 എന്നുള്ളത് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് NaCl സോഡിയം ക്ലോറൈഡ് ചേർത്തപ്പോൾ നമുക്ക് കിട്ടിയ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ലവണം അത് തന്നെ ആയിരിക്കും, പക്ഷെ ആസിഡ് കിട്ടുന്നത് HNO3 പകരം ഇവിടെ HCl ആണ് കിട്ടിയത്. ഇത്രയാണ് അതിന് ആൻസർ. 2 മാർക്കിന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി വരുന്നത് സെക്ഷൻ C ആണ്. ഓരോ ചോദ്യത്തിനും 3 സ്കോർ വീതമാണ്. ഇനി 10ാമത്തെ ചോദ്യം. ഏതാനും മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നിരിക്കുന്നു. അവയിൽ ഒന്ന് ഉത്കൃഷ്ട മൂലകമാണ്. ബ്രാക്കറ്റിൽ പ്രതീകം യഥാർത്ഥമല്ല. P 1s2 2s2 2p6, Q 1s2 2s2 2p5, R 1s2 2s2 2p6 3s2 3p6 3d2 4s2, S 1s2 2s2 2p6 3s2 3p6 4s2. ഇത്രയുമാണ് നമുക്ക് മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം തന്നിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതുക. ചോദ്യം, ഇവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടിയ മൂലകം ഏത്? ബി ക്വസ്റ്റ്യൻ, എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകം ഏത്? സി ക്വസ്റ്റ്യൻ, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്ന മൂലകം ഏത്? ആദ്യത്തെ ചോദ്യം, അവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടിയ മൂലകം ഏതെന്നാണ്. ആൻസർ പി ആണ്. അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടിയ മൂലകങ്ങൾ എപ്പോഴും വരുന്നത് ഏറ്റവും വലതുവശത്തായിട്ടാണ്. അതായത് പി ബ്ലോക്കും അതേപോലെ തന്നെ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അലസവാതകങ്ങൾ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് അവർക്ക് എപ്പോഴും അയോണീകരണ ഊർജ്ജം കൂടുതലായിരിക്കും. ബി ക്വസ്റ്റ്യൻ, എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകം ഏത്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിൽ വരുന്നുണ്ടെങ്കിൽ അത് എസ് ബ്ലോക്ക് ആണ്. അതിന് ആൻസർ എസ് ആണ്. അടുത്ത ചോദ്യം, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്ന മൂലകം ഏതാണെന്നാണ്. ഇവിടെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്ന മൂലകം ആർ എന്ന മൂലകമാണ്. അത് മിക്കവാറും ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഇങ്ങനെയുള്ള ചോദ്യോത്തരങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ അയോണീകരണ ഊർജ്ജം വരുന്നത് 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾക്കാണ്. അതായത് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ അങ്ങനെ വരുന്ന 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾക്കാണ്. ഇവിടെ നമുക്ക് പി കൊടുത്തിരിക്കുന്ന ആദ്യത്തെ പി എന്നുള്ളത് 1s2 2s2 2p6 ആണ്. അറ്റോമിക് നമ്പർ 6 4 10 ആണ് വരുന്നത്. അപ്പോൾ 10 അറ്റോമിക് നമ്പർ വരുന്നത് നിയോൺ ആണ്. നിയോൺ ഒരു 18ാം ഗ്രൂപ്പാണ്. അതുകൊണ്ട് പിക്ക് തന്നെയാണ് അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതൽ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ഓരോ എലമെന്റിനും കണ്ടെത്തുന്നത്. അതേപോലെ തന്നെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന ഡി ബ്ലോക്ക് മൂലകങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു. എവിടെ ഡി സബ്ഷെല്ലിൽ ഇലക്ട്രോണിനെ കണ്ടോ അത് എപ്പോഴും മിക്കവാറും നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ള സിലബസ് അനുസരിച്ച് അത് ഡി ബ്ലോക്ക് ആയിരിക്കും. അതില് ഇവിടെ 6 ആണ് വന്നിരിക്കുന്നത്. 1s2 2s2 2p6 3s2 3p6 3d2 4s2. അതുകൊണ്ട് അതാണ് നമ്മളുടെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന മൂലകം, അതായത് ആർ എന്ന മൂലകം. ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.